ഹായ് ഫ്രണ്ട്സ്, ഇടുക്കി ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി എന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പ്രകാശ് എന്ന ഒരു സ്ഥലം. അവിടെ മലയിഞ്ചി കൃഷിയാണ്. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു കൃഷി. അപ്പോൾ ഈ മലയിഞ്ചിയെക്കുറിച്ചും ഈ മലയിഞ്ചി എങ്ങനെയാണ് കൃഷി ചെയ്ത് അത് എടുക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണെന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ നേരെ തോപ്രാംകുടിക്ക് അടുത്തുള്ള പ്രകാശിലേക്കൊന്ന് പോകാം. ഇപ്പോൾ ഞാൻ മലയിഞ്ചി കൃഷി ചെയ്തേക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ ഒരു അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ഏതായാലും. ഇവിടെ സന്ദർശിക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇവിടെ നിന്ന് അകലങ്ങളിലേക്ക് നോക്കിയാൽ ദൂരെ കാഴ്ചകൾ കാണാം. അങ്ങ് താഴെ കാണുന്ന പ്രദേശങ്ങളാണത്. നാനാവിധ കൃഷികളെല്ലാം ഇവിടെ ആളുകൾ ചെയ്യുന്നുണ്ട്. മലയിഞ്ചി, അതുപോലെ തന്നെ കുരുമുളക്, ഏലം, കൊക്കോ, വേണ്ട എല്ലാ കൃഷികളും ഉള്ളൊരു പ്രദേശമാണിത്. ഇതാണ് മലയിഞ്ചി. കണ്ടാൽ ഏലമാണെന്ന് നമുക്ക് തോന്നും. ഏലത്തിൻ്റെ അതേ ഷേപ്പൊക്കെ തന്നെയാണ്, നല്ല വ്യത്യാസം ഒരുപാടുണ്ട്. ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു കായ്ക്കും, ഏലക്കായ പോലെ ഒരു കായ്ക്കും. അതും മരുന്നിനൊക്കെ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ഉണങ്ങിയിട്ട്. പക്ഷേ ഇതിൻ്റെ കിഴങ്ങ് അരിഞ്ഞ് ഉണങ്ങി അതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു തോട്ടമാണ്, മൂപ്പ് ആയതാണിത്. ഉടനെ തന്നെ പറിച്ചിട്ട് ഇതിൻ്റെ കിഴങ്ങ് പിഴുതെടുത്ത് അരിഞ്ഞുണങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഇതൊരു വലിയ ചുവടാണ്. ഇത് പറിച്ചാൽ തന്നെ ഒരു 50 കിലോയോളം കിട്ടുമെന്നാണ് ഇതിൽ പണിയുന്ന ഒരാൾ പറഞ്ഞത്. ഒരു വലിയ ചുവടാണിത്. അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ്. ഇങ്ങനെ വാർക്കക്കാലിൽ ഇങ്ങനെ ടയറ് മുകളിൽ ഇങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് ചുവട്ടിൽ അതിൻ്റെ തൈ നടും. എന്നിട്ടത് വളർന്ന് ആ ടയറിൻ്റെ ഉള്ളിൽ കിടന്നിട്ടും എല്ലാ വശങ്ങളിലേക്കും ചാഞ്ഞ് ഇതുപോലെ കിടന്ന് അത് കായ്ക്കും. ഇതിപ്പം കായ്ക്കാറായിട്ടില്ല, ഒരു 6 മാസമോടെ കഴിഞ്ഞാൽ ഇതെല്ലാം കായ്ക്കും. അതൊരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. ഇങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്. വാർക്ക കാലിങ്ങനെ നാട്ടും, എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ നടും, മുകളിൽ ടയർ വട്ടത്തിൽ ഇങ്ങനെ വയ്ക്കും. അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാ വശത്തേക്കും അത് തൂങ്ങി കിടക്കും. ഇനി നമുക്ക് ഇത് മലയിഞ്ചി ഉണങ്ങുന്ന കാഴ്ചകളിലേക്ക് പോവാം. മൈതാനം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് മലയിഞ്ചി ഇങ്ങനെ അരിഞ്ഞ് ഉണങ്ങാനിട്ടിട്ടുണ്ട്. കുറേയൊക്കെ ഉണങ്ങിയതാണ് ഇവരിത് വാരി ചാക്കിലാക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും ഇത് അമൃതാഞ്ജൻ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ചില വെറ്റിനറി മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മളൊക്കെ സ്കിന്നിലുണ്ടാകുന്ന ചില ചുണുങ്ങ് പോലെയൊക്കെയുള്ള രോഗങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഇത് നല്ല ഒരു ഔഷധം തന്നെയാണെന്നാണ് അവരെല്ലാം പറയുന്നത്. അങ്ങനെ പല പല മരുന്നിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മലയിഞ്ചി കൃഷിയെക്കുറിച്ചും അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി,
അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഇടുക്കി കാഴ്ചകളിലേക്ക് നിങ്ങളെ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി. വീണ്ടും കാണാം.